ഇപ്പോഴും ജി എസ് ടിയുടെ കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് സാധാരണക്കാർക്കുണ്ട്. അവർക്ക് വേണ്ടി ജി എസ് ടിയെ കുറിച്ചുള്ള ഒരു പ്രാഥമിക വിവരം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ പറഞ്ഞു തരാൻ ശ്രമിക്കാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അല്ലെങ്കിൽ ജി എസ് ടി എന്നത് ഇവിടെ നിലവിൽ വന്നത് 2017 ജൂലൈയിലാണ്. അതിനു മുമ്പ് വരെ വേറൊരു ടാക്സേഷൻ സിസ്റ്റം ആയിരുന്നു ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. മാനുഫാക്ചറിംഗ് ബിസിനസ് ചെയ്യുന്നവർക്ക് സെൻട്രൽ എക്സൈസ് ടാക്സും അതുപോലെ സർവീസ് ചെയ്യുന്നവർക്ക് സർവീസ് ടാക്സും ട്രേഡേഴ്സിന് വാറ്റുമായിരുന്നു നികുതി ഘടന. ഇവ മൂന്നും ക്രോഡീകരിച്ചാണ് ജി എസ് ടിയിലേക്ക് എത്തിയത്. ഇനി ആർക്കൊക്കെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാം, ആർക്കൊക്കെ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കണ്ട എന്ന് നോക്കാം. നിങ്ങൾ ഗുഡ്സിന്റെ ബിസിനസ് ആണ് ചെയ്യുന്നത്, നിങ്ങൾ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യുകയോ അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുകയോ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ വാർഷിക വരുമാന പരിധി 40 ലക്ഷമായിരിക്കും. അതായത് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ നിങ്ങളുടെ വരുമാനം 40 ലക്ഷമോ അതിൽ താഴെയോ ആണെങ്കിൽ നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ ചെയ്യേണ്ട. അഥവാ അതിന് മുകളിലാണെങ്കിൽ നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. ഇനി സർവീസ് ആണെങ്കിൽ 20 ലക്ഷമാണ് അതിന്റെ വാർഷിക വരുമാന പരിധി. 20 ലക്ഷത്തിന് താഴെയാണെങ്കിൽ നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ട കാര്യമില്ല. ഇനി നമ്മുടെ രാജ്യത്ത് ചില സ്റ്റേറ്റുകൾക്ക് സ്പെഷ്യൽ കാറ്റഗറി പദവികൾ കൊടുത്തിട്ടുണ്ട്. കൂടുതലും നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകൾക്കാണ് അത് കൊടുത്തിരിക്കുന്നത്. അരുണാചൽ പ്രദേശ്, മേഘാലയ, മിസോറാം, സിക്കിം, ത്രിപുര തുടങ്ങിയ സ്റ്റേറ്റുകൾക്കാണ് ഈ കാറ്റഗറി കൊടുത്തിരിക്കുന്നത്. ഇവിടെ ചെറിയ മാറ്റം ഈ നിരക്കുകളുണ്ട്. ഇവിടെ ഗുഡ്സിന്റെ കാര്യത്തിൽ 20 ലക്ഷമാണ് വാർഷിക വരുമാന പരിധി. അതുപോലെ സർവീസിന്റെ കാര്യത്തിൽ 10 ലക്ഷവും. തെലങ്കാന സ്റ്റേറ്റിലും ഈ പറയുന്ന സ്പെഷ്യൽ കാറ്റഗറി സംസ്ഥാനങ്ങളുടെ അതേ ജി എസ് ടി റേറ്റ് ആണ് എടുക്കുന്നത്. ഇനി വാർഷിക വരുമാന പരിധി ഒന്നും ബാധകമല്ലാത്ത മാൻഡേറ്ററി ആയി രജിസ്റ്റർ ചെയ്യേണ്ട ചില ബിസിനസ്സുകളുണ്ട്. ഒന്നാമത്തത് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ബിസിനസ് ആണ്. നിങ്ങൾ ഇറക്കുമതി കയറ്റുമതി ബിസിനസ്സിലാണ് ചെയ്യുന്നതെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. അതിന് വരുമാന പരിധികളൊന്നും ബാധകമല്ല. അതുപോലെ തന്നെ ഇ കൊമേഴ്സ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങളും മാൻഡേറ്ററി ആയിട്ട് ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഇന്റർ സ്റ്റേറ്റ് ട്രേഡ്. അതായത് കേരളത്തിൽ നിന്ന് നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യുന്നു, നിങ്ങളുടെ സാധനങ്ങൾ തമിഴ്നാട്ടിലേക്കും കർണാടകയിലേക്കും ബോംബെയിലേക്കും അയക്കുന്നു, അവിടുന്ന് സാധനങ്ങൾ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് എത്തുന്നു. അങ്ങനെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് ആണ് നിങ്ങൾ നടത്തുന്നതെങ്കിൽ നിർബന്ധമായും നിങ്ങൾ ജി എസ് ടി രജിസ്ട്രേഷൻ നടത്തേണ്ടതാണ്. ഇതിനും വരുമാന പരിധി ബാധകമല്ല. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ജി എസ് ടിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ട ചില കാറ്റഗറീസ് ഉണ്ട്. അങ്ങനെ 20ഓളം കാറ്റഗറിയാണ് അതിലുള്ളത്. അതിൽ ചിലത് പറയാം. ന്യൂസ് പേപ്പർ, ബുക്ക്, സോൾട്ട്, പ്രോസസ് ചെയ്യാത്ത മീറ്റും ഫിഷും, അതുപോലെ വെജിറ്റബിൾസ്, പിന്നെ കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സാധന സാമഗ്രികൾ, അതുപോലെ ഫെർട്ടിലൈസറുകൾ, വളങ്ങൾ, പനീർ, ബട്ടർ ഇതുപോലുള്ള സാധനങ്ങളൊന്നും ജി എസ് ടിയിൽ ഉൾപ്പെട്ടിട്ടില്ല. ജി എസ് ടി കൗൺസിൽ കൂടിയാണ് ഇതിൽ വരുത്തേണ്ട അമെന്റ്മെന്റുകളും മറ്റു തീരുമാനങ്ങളും ഒക്കെ എടുക്കാറുള്ളത്. 3 മുതൽ 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ജി എസ് ടി രജിസ്ട്രേഷൻ നമ്പർ ലഭിക്കുന്നതായിരിക്കും. ഈ ഇൻഫർമേഷൻസ് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.